Welcome 7th standard children. We'll continue with the 6th chapter, that is towns, traders and craftspersons. This is the second part video. Now in the last video I've explained to you all about the lost wax, how these idols, statues are made, isn't it? ആദ്യം വാക്സിനെ കൊണ്ടൊരു ഇമേജ് ഉണ്ടാക്കും, അതിൻ്റെ മേലെ ക്ലെയിനെ കൊണ്ട് അങ്ങനെ വാക്സ് ഉരിക്കുക, അതൊക്കെ ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഓൾ ദ ഹൗ ആർ ടെമ്പിൾ ടൗൺസ് എമേർജ്ഡ്, എങ്ങനെ ടെമ്പിൾ ടൗൺസ് ഒക്കെ വന്നതെന്ന്. പിന്നെ അതുകൂടാതെ ഞാൻ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് വൃന്ദാവൻ, ദറ്റ് ഈസ് ഇൻ ഉത്തർപ്രദേശ്, പിന്നെ തിരുനാവമലൈ ഇൻ തമിഴ്നാടു, അജ്മീർ രാജസ്ഥാൻ, അതൊക്കെ ഇമ്പോർട്ടൻറ്റ് പിൽഗ്രിമേജ് സെൻറ്റേഴ്സ് ആയിരുന്നു അന്നത്തെ കാലത്ത്. പിന്നെ അജ്മീർ സുബ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു അണ്ടർ ദ മുഗൾസ്. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ അത് ഇറ്റ് പ്രൊവൈഡ്സ് ആൻ എക്സലൻറ്റ് എക്സാമ്പിൾ ഓഫ് റിലീജിയസ് കോ എക്സിസ്റ്റൻസ്. അതായത് അജ്മീർ റിലീജിയസ് കോ എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ ജാതിക്കാരും എല്ലാ വിശ്വാസികളും വരുന്ന ഒരു സ്ഥലം, അതായത് റിലീജിയസ് കോ എക്സിസ്റ്റൻസ്. അതായത് ഖ്വാജ മൊയ്നുദ്ദീൻ ചിസ്റ്റി, ദ സെലിബ്രേറ്റഡ് സൂഫി സെയിൻറ്റ്, ആ സൂഫി സെയിൻ്റാണ് അവിടെ സെറ്റിൽ ചെയ്തത് ഇൻ ദ 12th century. ഇറ്റ് അട്രാക്റ്റഡ് ഓൾ ഡിവോട്ടീസ് ഫ്രം ഓൾ ക്രീഡ്സ്, എല്ലാ വിശ്വാസികളെയും അവിടെ അട്രാക്റ്റ് ചെയ്തു. അതാണ് അവിടെ പറയുന്നത്. അതേ പിൽഗ്രിമേജ് സെൻറ്റേഴ്സിൻ്റെ പേര്. പിന്നെ എ നെറ്റ്വർക്ക് ഓഫ് സ്മോൾ ടൗൺസ്. എ നെറ്റ്വർക്ക് എങ്ങനെയാണ്, അതായത് അന്നത്തെ കാലം 8th century ഒരുവിധ എല്ലാ സ്ഥലത്തും സ്മോൾ ടൗൺസ് എമേർജ്ഡ്. അതെങ്ങനെയാണ്, അതായത് ഇന്ത്യ സബ് കോണ്ടിനെന്റ് വാസ് ഡോട്ടഡ് വിത്ത് സെവറൽ സ്മോൾ ടൗൺസ്. അത് ഓരോ, അതായത് ഈ ടൗൺസൊക്കെ എവിടുന്നാണ് വന്നത്, ഈ വില്ലേജസിൽ നിന്നാണ് ടൗൺസൊക്കെ വന്നത്. അതായത് എല്ലാ ടൗൺസിലും ഒരു മണ്ഡപിക ഉണ്ടായിരുന്നു. മണ്ഡപിക അല്ലെങ്കിൽ അതിന് വേറൊരു പേര് മന്തി. അതായത് ഒരു മാർക്കറ്റ് മാതിരി മണ്ഡപിക അല്ലെങ്കിൽ മന്തി ഓരോ ടൗണിൽ. അതേമാതിരി മാർക്കറ്റ് സ്ട്രീറ്റ്സിന് എന്താ പറയുക, ദറ്റ് ഈസ് ഹട്ട മാർക്കറ്റ് സ്ട്രീറ്റ്സിന്. അതായത് നമ്മളെ പാളയത്തത്തെ മാതിരി ഒരു മാർക്കറ്റും ഉണ്ട്, കുറേ ഷോപ്സൊക്കെ ഉണ്ട്. അവിടെ പിന്നെ നിൽക്കുന്ന ട്രേഡേഴ്സ് ഉണ്ട്, പല സ്ഥലത്തുനിന്ന് വരുന്ന ട്രേഡേഴ്സ് ഉണ്ട്, സാധനങ്ങൾ വിൽക്കാനും ഒക്കെ ഫാമേഴ്സ് വരും, അവരെ പിന്നെ ക്രോപ്സ് വിൽക്കാനെല്ലാം. അതാണ് മണ്ഡപിക അല്ലെങ്കിൽ മണ്ടി അന്നത്തെ കാലത്ത് പിന്നെ സ്മോൾ ടൗൺസിലൊക്കെ ഉള്ളത്. പിന്നെ അവിടെ പിന്നെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ആർട്ടിസൻസ് അവിടെ ഉണ്ട്. എന്തൊക്കെ പോട്ടേഴ്സ്, ഓയിൽ പ്രഷേഴ്സ്, ഷുഗർ മേക്കേഴ്സ്, ടോഡി മേക്കേഴ്സ്, സ്മിത്ത്സ്, സ്റ്റോൺ മേസൺസ്, അവരൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ചില ട്രേഡേഴ്സ്, കച്ചവടക്കാരൊക്കെ അവിടെ താമസിച്ചിരുന്നു. ചിലവർ ദേ കെയിം ഫ്രോം ഫാർ ആൻഡ് നിയർ ടു ദീസ് towns to buy things and order to sell things. എന്തൊക്കെ വിൽക്കാൻ, ലൈക്ക് ഹോസസ്, സോൾട്ട്, camphor, saffron, betel nut and spices like pepper. അതൊക്കെ ആയിരുന്നു ഈ സ്മോൾ ടൗൺസിൽ നടന്നത്. പിന്നെ കൂടാതെ ജമീന്ദാർ ഉണ്ടായിരുന്നു, അതായത് ജമീന്ദാർ എന്ന് പറഞ്ഞാൽ ജമ്മികൾ. അവർ ടാക്സ് ഒക്കെ പിരിപ്പിച്ചിരുന്നു. ആരിൽ നിന്ന്? ട്രേഡേഴ്സ്, ആർട്ടിസൻസ്. പിന്നെ ഈ കച്ചവടത്തിനായ സാധനങ്ങളിൽ നിന്നൊക്കെ അവർ ടാക്സ് ലിവി ടാക്സസ്. ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? അത് ത്രൂ ഇൻസ്ക്രിപ്ഷൻ, കൊത്തുപണികൾ, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഇൻസ്ക്രിപ്ഷൻ ഇപ്പോഴും സർവൈവ് ചെയ്യുന്നുണ്ട് ടു ദിസ് ഡേ ഓൾസോ. നെക്സ്റ്റ്, ടാക്സസ് ഓൺ മാർക്കറ്റ്. കണ്ടാ ടാക്സസ് എങ്ങനെയാണ് ടാക്സസ് അവർ വാങ്ങിയത്? ടാക്സസ് ഇൻ കൈൻഡ് എന്ന് പറയുന്നത് നമ്മൾ സാധനങ്ങൾ കൊടുത്ത് അതിൻ്റെ പകരം സാധനങ്ങൾ തിരിച്ചു വാങ്ങുക, ഇൻ കൈൻഡ്. അതായത് രണ്ട് തരത്തിലുള്ള ടാക്സസ് ഇൻ കൈൻഡ് ആൻഡ് ടാക്സസ് ഇൻ ക്യാഷ് കൊടുത്തിട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഇൻ കൈൻഡ്? എന്തിലൊക്കെ ഷുഗർ ആൻഡ് ജാഗറി, ഡൈസ്, ചായ മുക്കുന്നത്, അത് ത്രെഡ്, കോട്ടൺ. അന്നത്തെ കാലം ടെക്സ്റ്റൈൽസ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ടാക്സസ്. പിന്നെ അതുകൂടാതെ കൊക്കനട്ട്, സോൾട്ട്, ആർക്കനട്ട്, ബട്ടർ, സീസാം ഓയിൽ, ക്ലോത്ത്, ഇതിൽ നിന്നൊക്കെ ടാക്സസ് പിരിപ്പിച്ചിരുന്നു. ഇൻ കൈൻഡ് ആണ്. അതേമാതിരി ഇൻ ക്യാഷ് ഓൾസോ, ട്രേഡേഴ്സിൽ നിന്ന് ഇൻ ക്യാഷ്.
അതായത് അവർ വിറ്റ മെറ്റൽ ഗുഡ്സിൽ നിന്ന് ഓൺ ഡിസ്റ്റിലേഴ്സ്, ഓയിൽ, കാറ്റിൽ ഫോഡർ, ലോഡ്സ് ഓഫ് ഗ്രെയിൻ, അതിൽ നിന്നൊക്കെ ടാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതാണ് ടാക്സസ് ഓൺ മാർക്കറ്റ്, ദറ്റ് ഈസ് ഇൻ കൈൻഡ് ആൻഡ് ഇൻ ക്യാഷ്. നെക്സ്റ്റ് ട്രേഡേഴ്സ് ബിഗ് ആൻഡ് സ്മോൾ, അതായത് കച്ചവടക്കാർ, വലിയ കച്ചവടക്കാരുണ്ട്, ചെറിയ കച്ചവടക്കാരുണ്ട്. അപ്പോൾ ട്രേഡേഴ്സ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ട്രേഡേഴ്സ്. അതായത് ഒന്ന് ബഞ്ചാരാസ്, നിങ്ങൾ താഴെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് വാട്ട് ആർ ബഞ്ചാരാസ്. ബഞ്ചാരാസ് ആ പീപ്പിൾ ഹൂ മൂവ് ഫ്രം പ്ലേസ് ടു പ്ലേസ്, നാടോടികളമായി ഒരു സ്ഥലത്തു നിന്ന് മറ്റേ സ്ഥലത്തേക്ക് അവർ സാധനങ്ങളായിട്ട് വിൽക്കാനും കൊണ്ട് നടക്കുന്നത്, അതാണ് ബഞ്ചാരാസ്. അതൊരു തരത്തിലുള്ള ട്രേഡേഴ്സാണ്. അതുകൂടാതെ വേറെയും കുറേ ട്രേഡേഴ്സ് ഉണ്ട്. അതേ ഫോം അസോസിയേഷൻ, ഒരു സംഘടന ഫോം ചെയ്തിട്ടുണ്ട്. അത് അവരെന്തൊക്കെ കച്ചവടം, ഹോസസ് ആയിരുന്നു പ്രധാന കച്ചവടം. അന്നത്തെ കാലം യുദ്ധത്തിനൊക്കെ കുതിരകളെ വേണമായിരുന്നു. പിന്നെ ഈ ട്രേഡേഴ്സൊക്കെ ഓരോ കിങ്ഡംസിൽ നിന്ന് കടന്നിങ്ങനെ പോകുക, അവർ കൂട്ടത്തോടെ ഇൻ കാരവാൻസ് ആയിട്ടാണ് പോവുക. എന്നിട്ട് ദേ ഫോംഡ് ഗിൽസ്. ഗിൽസ് മീൻസ് GUILDS, ഗിൽസ്, അതായത് ഒരു സംഘടന ഫോം ചെയ്ത് ഗിൽസ്. അപ്പോൾ ഇൻ ദ 8th century അതൊക്കെ നടന്നത്. അപ്പോൾ ഈ ചില ഗിൽസിൻ്റെ പേരുണ്ട്, ദറ്റ് ഈസ് മണിഗ്രാമം ആൻഡ് നാനാദേശി. അതൊക്കെ ഗിൽസിൻ്റെ പേരാണ്, ഈ സംഘടനത്തിൻ്റെ പേരാണ്. അപ്പോൾ ഈ ഗിൽസ് എന്താണ് ട്രേഡ് ചെയ്ത് കച്ചവടം ചെയ്തത്, എവിടേക്കാണ് കച്ചവടം ചെയ്തത്? വിതിൻ ദ പെനിൻസുല എന്ന് പറഞ്ഞാൽ ഇന്ത്യ, സൗത്ത് ഇന്ത്യ ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈനയൊക്കെ ആയിട്ടാണ് കച്ചവടം ചെയ്തത്. പിന്നെ അത് കൂടാതെ ഈ ഗിൽസ് കൂടാതെ കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ലൈക്ക് ചെട്ടിയാർസ്, മാർവാരി ഓസ്വൽ, പിന്നെ ഗുജറാത്തി ട്രേഡേഴ്സ്, പിന്നെ ഹിന്ദു ബാനിയാസ്, പിന്നെ മുസ്ലിം ബൊഹറാസ്. ഇവരൊക്കെ കമ്മ്യൂണിറ്റീസ്, കച്ചവട കമ്മ്യൂണിറ്റീസ് ആയിരുന്നു. അവരെവിടേക്കാണ് കച്ചവടം നടത്തിയത്? വിത്ത് റെഡ് സീ, അതായത് പോർട്സ് ഓഫ് ദ റെഡ് സീ, പേർഷ്യൻ ഗൾഫ്, ഈസ്റ്റ് ആഫ്രിക്ക, സൗത്ത് ഈസ്റ്റ് ഏഷ്യ, ചൈന. കണ്ട, അവരെന്താ കച്ചവടം ചെയ്തത്? ടെക്സ്റ്റൈൽസ് ആൻഡ് സ്പൈസസ്. നമ്മൾ ഇന്ത്യയിൽ 2 സാധനം പ്രധാനപ്പെട്ടത്, ഒന്ന് ടെക്സ്റ്റൈൽ ക്ലോത്ത്, പിന്നെ സ്പൈസസ്. അതേമാതിരി അവർ ഇവിടുന്ന് അങ്ങോട്ടും കൊണ്ടേ അവിടുന്ന് ഇങ്ങോട്ട് എന്താ കൊണ്ടുവരുന്നത്? ഗോൾഡ് ആൻഡ് ഐവറി ഫ്രം ആഫ്രിക്ക, പിന്നെ ചൈനീസ് ബ്ലൂ പോട്രി, അത് ഭയങ്കര ഫേമസ് ആയിരുന്നു, ആൻഡ് സിൽവർ ഫ്രം സൗത്ത് ഈസ്റ്റ് ഏഷ്യ ആൻഡ് ചൈന. പിന്നെ ടൗൺസ് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് വേ, അതായത് ഈ വെസ്റ്റത്തെ ടൗണൊക്കെ അവർ ആരൊക്കെ ഹോമായിരുന്നു? അറബ്, പേർഷ്യൻ, ചൈനീസ്, ജൂയിഷ്, സിറിയൻ, ക്രിസ്ത്യൻ ട്രേഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതേമാതിരി ഈ നമ്മളെ ക്ലോത്തും സ്പൈസൊക്കെ എവിടെ എത്തി? യൂറോപ്യൻ മാർക്കറ്റിൽ വരെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ യൂറോപ്യൻസ് എന്ന് പറയുന്ന അവരുടെ ഭക്ഷണത്തിന് സ്പൈസസ് നിർബന്ധമാണ് അല്ലേ? പെപ്പർ, സിനമൺ, നട്ട്മെഗ്, ഡ്രൈഡ് ജിഞ്ചർ, അതൊക്കെ സ്പൈസസ് അവർക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ദാറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് യൂറോപ്യൻ കുക്കിങ്ങിൽ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ സ്പൈസസും കോട്ടൺ ക്ലോത്തും അട്രാക്റ്റീവ് ഫോർ ദ യൂറോപ്യൻസ്. അങ്ങനെയാണ് യൂറോപ്യൻ ട്രേഡേഴ്സ് പിന്നീട് നമ്മൾ ഇന്ത്യയിലേക്ക് എത്തിയത്. എന്തൊക്കെയാണ് അട്രാക്ട് ചെയ്ത? സ്പൈസസ് ആൻഡ് ക്ലോത്ത്. Next we'll come to Kabul. You know where's Kabul? Kabul is a place in Afghanistan. അതൊരു മൗണ്ടനിയസ് റീജിയൻ ആണ്, മൗണ്ടനിയസ് ലാൻഡ്സ്കേപ്പ് ആണ്. എന്നാലും this place was politically and commercially important in the 16th century. Why? Because Kabul and Kandahar, അത് വേറൊരു ടൗണാണ്. അത് വെല്ലിംഗ്ട് എന്തിനാണ്? സിൽക്ക് റൂട്ട്, സിൽക്ക് ആൻഡ് ഓൾസോ ട്രേഡ് ഇൻ ഹോസസ്. അപ്പോൾ അതാണ് ഒരു ഡയമണ്ട് കച്ചവടക്കാരൻ പറഞ്ഞത്, ദറ്റ് ഈസ് ബാപ്റ്റിസ് ട്രവന്യർ. അയാൾ എന്താ പറഞ്ഞത്? അന്നത്തെ കാലം ഹോസ് ട്രേഡിന് 30,000 ആനുവലി കിട്ടിയതെന്ന്. അന്നത്തെ കാലം 30,000 ഒക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഭയങ്കര, ഇന്നത്തെ 30 കോടിയൊക്കെ സമാനമാണ് അത്. അപ്പോൾ അതാണ് അവിടെ ഭയങ്കര ഫേമസ് കാബുൾ. പിന്നെ ക്യാമിൽസ് എന്തൊക്കെയാണ് അവിടെ നിന്ന് കൊണ്ടുവന്നത് കാബുളിൽ നിന്ന്? ഡ്രൈഡ് ഫ്രൂട്ട്സ്, ഡേറ്റ്സ്, കാർപ്പറ്റ്സ്, സിൽക്ക്, ഫ്രഷ് ഫ്രൂട്ട്സ്. കണ്ട, കൂടാതെ സ്ലേവ്സിനെയും അവിടെ കച്ചവടം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വീൽ കം ടു ക്രാഫ്റ്റ്സ് ഇൻ ടൗൺസ്. കണ്ട, ക്രാഫ്റ്റ്സ് മീൻസ് ദോസ് തിങ്സ് മെയ്ഡ് വിത്ത് ഹാൻഡിക്രാഫ്റ്റ്സ് ഉണ്ട്. ഇതാ ദ ക്രാഫ്റ്റ്സ് പേഴ്സൺ ഓഫ് ബിദാർ. ബിദാർ മീൻസ് ഇറ്റ്സ് എ പ്ലേസ് ഇൻ കർണാടക. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അത് എന്ത് വർക്ക് ആയിരുന്നു അവർ ചെയ്ത്? കോപ്പർ സിൽവർ വർക്ക്. ദേ ഇൻ ദിസ് പിക്ചർ യു ക്യാൻ സീ കോപ്പർ സിൽവർ വർക്ക് ആൻഡ് ദാറ്റ് വർക്ക് ഇസ് കോൾഡ് ബിദ്രി. ബിദ്രി എന്നാണ് പറയുന്നത്.
അത് ഒരു ക്രാഫ്റ്റ്സ് വർക്കാണ്. പിന്നെ അത് കൂടാതെ വേറെയും ക്രാഫ്റ്റ്സ് വർക്ക് ലൈക്ക് ദ പാഞ്ചാലാസ് ഓർ ദ വിശ്വകർമ്മ. നമ്മൾ പറഞ്ഞില്ലേ വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ ഒരു ജാതിയാണ്, അതായത് പിന്നെ ഇതിന് തട്ടാന്മാരെ നമ്മൾ വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ ഗോൾഡ് സ്മിത്ത് മാത്രമല്ല, ബ്രോൺസ് സ്മിത്ത് ഉണ്ടാവും, ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാവും. ഇതൊക്കെ ക്രാഫ്റ്റ്സ് പീപ്പിളാണ്. പിന്നെ അത് കൂടാതെ മെയ്സൺസ് ആൻഡ് കാർപ്പൻറ്റേഴ്സ്, ഇവരൊക്കെ അത്യാവശ്യമായിരുന്നു അന്നത്തെ കാലം. ബിക്കോസ് ബിൽഡിങ്സ് ഓഫ് ടെമ്പിൾസിനൊക്കെ ഇവർ ആവശ്യമാണ്. പിന്നെ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് പാലസസ് ഉണ്ട്, ബിഗ് ബിൽഡിംഗ് ടാങ്ക്സ്. പിന്നെ സാലിയാർ, അത് വീവേഴ്സ്, സാലിയാർ പറയും, സാലിയാർ അതായത് കൈക്കൊള്ളാസ്, അവരും അന്നത്തെ കാലം പ്രധാനമായിരുന്നു. അവരെ ക്രാഫ്റ്റ്സും പ്രധാനമായിരുന്നു. അതായത് ക്ലോത്ത് മേക്കിംഗ് ലൈക്ക് കോട്ടൺ, ക്ലീനിങ്, സ്പിന്നിങ്, ഡൈയിങ് ആൻഡ് ഓൾ were specialized and independent crafts in that of that time. അപ്പോൾ ഇതൊക്കെയാണ് crafts in towns. So that much I have taken, children. You all read up to that. This lesson is included for the coming examination. Okay children, I will be sending the answers also. Thank you.